ചൈനയെ സ്വാഗതം ചെയ്ത് അറബ് രാജ്യങ്ങൾ. അമേരിക്കയുടെ എതിർപ്പ് വകവെക്കാതെയാണ് അറബ് മണ്ണിൽ ചൈനയ്ക്ക് താവളം നിർമ്മിക്കാൻ വേണ്ടിയിട്ട് അറബ് രാജ്യങ്ങൾ തീരുമാനിക്കുന്നത്. അത് ഓരോരോ രാജ്യങ്ങൾ ഓരോരോ തരത്തിലും ഓരോരോ രീതിയിലുമാണ് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പ്രഖ്യാപനം നടത്തിയത് എന്ന് ചുരുക്കം. ആദ്യമായിട്ട് പറഞ്ഞത് ഒമാനാണ്. അമേരിക്കയുടെ എതിർപ്പ് ഞങ്ങൾ അവഗണിക്കുന്നു അല്ലെങ്കിൽ പരിഗണിക്കുന്നില്ല, ചൈനയ്ക്ക് താവളം നിർമ്മിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതും ആ പ്രവൃത്തി നടത്തുകയും ആ പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട് ചൈനയുടെ സൈന്യം ഇപ്പോൾ ഒമാനിൽ സേവനം അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. രണ്ട് രാജ്യങ്ങളാണ് അമേരിക്കയുടെ ബേസ് ഇല്ലാത്ത രാജ്യങ്ങൾ. അറബ് രാജ്യത്ത് അമേരിക്കയ്ക്ക് ബേസ് നൽകാത്ത രാജ്യങ്ങൾ ഒന്ന് സൗദി അറേബ്യയാണ്, രണ്ടാമത്തത് ഒമാനാണ്. അവർക്ക് രണ്ട് രാജ്യങ്ങൾക്കും അമേരിക്കയുടെ ബേസ് നിർമ്മിച്ചിട്ടില്ല. അത്യാവശ്യ ഘട്ടത്തിൽ എമർജൻസി സിറ്റുവേഷനിൽ തങ്ങളുടെ എയർപോർട്ടോ സംവിധാനങ്ങളോ വിട്ടുകൊടുക്കുന്നതിന് വിരോധമില്ല. അത് രാജ്യാന്തര തലത്തിലുള്ള ഒരു സഹകരണത്തിൻ്റെ അടിസ്ഥാനത്തിലും ഒരു സഹവർത്തിത്വത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്യുക എന്ന് മാത്രം. പക്ഷേ ഖത്തർ, ബഹ്റൈൻ, UAE എന്നീ രാജ്യങ്ങൾ, കുവൈറ്റ് അടക്കമുള്ള രാജ്യങ്ങളിൽ അമേരിക്കയ്ക്ക് എയർബേസ് ഉണ്ട്. വിശാലമാക്കപ്പെട്ട എയർബേസ് ഉള്ള രണ്ട് രാജ്യങ്ങൾ, ഒന്ന് ഖത്തറാണ്, ഒന്ന് ബഹ്റൈനാണ്. ഈ ഖത്തർ എയർബേസിനെയാണ് കഴിഞ്ഞ പ്രാവശ്യം ഇറാൻ ആക്രമിച്ചത്. അപ്പോൾ ഈ രാജ്യങ്ങൾ, ഈ 4 രാജ്യങ്ങളിൽ വിശാലമാക്കപ്പെട്ട എയർബേസ് ഉണ്ടെന്ന് മാത്രമല്ല ബഹ്റൈനിലുള്ള എയർബേസുമായിട്ട് കേന്ദ്രീകരിച്ചാണ് മറ്റ് രാജ്യങ്ങളെ അമേരിക്ക നിരീക്ഷണം നടത്തുന്നത്. അത് വലിയ എതിർപ്പ് ഇതിന് മുമ്പ് ഇറാൻ പറയുകയും ചെയ്തിരുന്നു. ബഹ്റൈനിൽ ബഹുഭൂരിപക്ഷം ഷിയാ വിഭാഗമാണ്. ആ ഷിയാ വിഭാഗം ബഹുഭൂരിപക്ഷം അവിടെ ഉള്ള സമയത്ത് തന്നെയാണ് ഇസ്രായേലിന് നേരെ ആക്രമണം നടത്തിയത്. അത് ഷിയാ മിലീഷ്യകളാണ് ആ ആക്രമണം നടത്തിയത് എന്ന് പിന്നീട് തെളിയുകയും ചെയ്തു. അപ്പോൾ വലിയ സ്വാധീനം ഷിയാക്കൾക്കുള്ള രാജ്യമാണ് ബഹ്റൈൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ മേഖലയിൽ ചൈനക്ക് ഒരു എയർബേസ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ പ്രയാസം എല്ലാ കാലത്തും ഉണ്ടാകുന്ന കാര്യത്തിൽ സംശയമില്ല. അറേബ്യൻ മേഖല, മിഡിൽ ഈസ്റ്റ് മേഖല സർവാധിപത്യത്തോടു കൂടി ഭരിക്കുക അല്ലെങ്കിൽ നിയന്ത്രിക്കുക എന്നുള്ളത് അമേരിക്കയുടെ എല്ലാ കാലത്തെയും താല്പര്യമാണ്. ആ ഒരു താല്പര്യത്തിൽ ഏതെങ്കിലും കാലത്ത് ആഘാതമുണ്ടാവും എന്ന് അമേരിക്ക ഭയപ്പെട്ടതിനാലാണ്, അല്ലെങ്കിൽ അമേരിക്കയും ബ്രിട്ടനും ഭയപ്പെട്ടതിനാലാണ് ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു രാജ്യത്തെ സൃഷ്ടിച്ചതും അവർക്ക് സംരക്ഷണം നൽകുന്നതും ആയുധം നൽകുന്നതും സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ അവരോടൊപ്പം ചേർന്ന് നിൽക്കുകയും ചെയ്യുന്നത്. ഏകദേശം 10ഓളം രാജ്യങ്ങൾ മിഡിൽ ഈസ്റ്റിൽ ഉണ്ടായിട്ട് ഇസ്രായേലിനോടുള്ള താല്പര്യം പോലെ മറ്റൊരു രാജ്യത്തോടും അമേരിക്കയ്ക്ക് ഇല്ലാത്തതിൻ്റെ പ്രധാനമായിരിക്കുന്ന കാര്യം, ഇവിടെ മിഡിൽ ഈസ്റ്റ് വലിയ സാമ്പത്തിക മുന്നേറ്റം, സ്വർണ്ണക്കനിയായിട്ടും എണ്ണക്കനിയായിട്ടും വലിയ സാമ്പത്തിക മുന്നേറ്റമുള്ള രാജ്യമാണ്. ആ രാജ്യത്തിൻ്റെ നിയന്ത്രണം അമേരിക്കയുടെ കൈവശത്തിൽ ഇല്ലെങ്കിൽ ഒരിക്കലും തങ്ങൾക്കെതിരെ അവർ നിൽക്കുകയും സാമ്പത്തികമായ രീതിയിൽ വലിയ മുന്നേറ്റം മുസ്ലിം രാജ്യങ്ങൾ ഉണ്ടാക്കുകയും സാധിക്കും. ഇപ്പോഴും ഉണ്ടാക്കുന്നില്ല എന്നുള്ളതല്ല, ഇപ്പോഴും അറബ് രാജ്യങ്ങളുടെ കൈവശത്തിലുള്ള പെട്രോളിയം ഉൽപ്പന്നവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം അവർ നിക്ഷേപിക്കുന്നത് അമേരിക്കൻ കറൻസിയിലാണ്, ഡോളറിലാണ്. ഡോളറിൻ്റെ വിനിമയവും മൂല്യവും ഉയരാൻ വേണ്ടിയിട്ട് അറബ് രാജ്യങ്ങൾ വലിയ പങ്ക് വഹിക്കുന്നുണ്ട് എന്ന് ചുരുക്കം. അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് അറബ് രാജ്യങ്ങൾക്കുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ അവർ പ്രതിരോധ രംഗത്തും ആയുധ രംഗത്തും സായുധ രംഗത്തും വളരെ പാപ്പരാണ്. അങ്ങനെ ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല എന്നുള്ളതല്ല, അതിനുള്ള സാവകാശം അമേരിക്ക നൽകിയിട്ടില്ല. കഴിഞ്ഞ വർഷമല്ല, ഒരു 4-5 വർഷമായി ഇപ്പോൾ അറബ് രാജ്യങ്ങൾ നിരന്തരം അമേരിക്കയോട് ആവശ്യപ്പെടുന്ന കാര്യം സമാധാന ആവശ്യത്തിന് വേണ്ടി ആണവായുധം നിർമ്മിക്കാനുള്ള അനുമതി തങ്ങൾക്ക് നൽകണം എന്നുള്ളതാണ്. അമേരിക്ക അത് അനുവദിച്ചിട്ടില്ല. UN സഭയിൽ പോലും ആ പ്രമേയം വന്നു. മിഡിൽ ഈസ്റ്റ് കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു ആണവായുധ സംവിധാനം ഇതിനു വേണ്ടിയിട്ട് സമാധാന ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അനുമതി നൽകണം എന്നാണ് ആവശ്യപ്പെട്ടത്. അത് നൽകിയിട്ടേ ഇല്ല. ആണവായുധമുള്ള രാജ്യവും ഇല്ലാത്ത രാജ്യവും തമ്മിൽ വലിയ വിഷയമാണ്. അത് സമാന സാഹചര്യങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ആണവായുധമുള്ള രാജ്യത്തെ വലിയ രീതിയിൽ ഭയപ്പെടുന്നു. അതാണ് ഇസ്രായേലും ഇറാനും തമ്മിൽ, രണ്ടും ആണവായുധമുള്ള രാജ്യമാണ്. ഇറാൻ്റെത് പ്രഖ്യാപിച്ചിട്ടില്ല എന്നുള്ളത് മാത്രം ഇസ്രായേൽ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ആണവായുധമുള്ള രാജ്യങ്ങൾ പരസ്പരം യുദ്ധം ചെയ്യുന്ന സമയത്ത് ഭയപ്പാടുണ്ടാക്കണം. പ്രത്യേകിച്ച് അത് ജാതീയപരമായും വംശീയപരമായ രീതിയിലും ശത്രുതയുള്ള രാജ്യമാണ് ജൂതരാജ്യവും മുസ്ലിം രാജ്യമായിരിക്കുന്ന ഇറാനും. ഒരിക്കലും ഒരു വിഷയത്തിലും അവർ സന്ധി ചേരില്ല, ഒന്നിച്ചു നിൽക്കാൻ വേണ്ടി സാധിക്കില്ല. ഇത് ഭാവിയിൽ വലിയ ആഘാതം, വലിയ പ്രയാസം ഉണ്ടാക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് ആ യുദ്ധം പെട്ടെന്ന് അവസാനിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ സർവ്വനാശങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതകളൊക്കെ അന്ന് രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ വിലയിരുത്തിയതാണ്. അവർ പറഞ്ഞ കാര്യം ഇങ്ങനെ തന്നെയാണ്: ഇസ്രായേലും ഇറാനും തമ്മിലുള്ള നേർക്കുനേരെയുള്ള പോർവിളി അല്ലെങ്കിൽ യുദ്ധം അത് മിഡിൽ ഈസ്റ്റിനെ സാരമായിട്ട് ബാധിക്കും എന്നുള്ളതല്ല, ആണവായുധ പ്രയോഗം നടത്തില്ലെന്ന് ഉറപ്പ് പറയാൻ പോലും പറ്റാത്ത സാഹചര്യത്തിലേക്ക് ഈ യുദ്ധത്തിൻ്റെ അവസ്ഥ എത്തും എന്നുകൂടി വിലയിരുത്തിയിട്ടുണ്ട്.
അപ്പോൾ ഹിരോഷിമയും നാഗസാക്കിയൊക്കെ താരതമ്യം ചെയ്തുകൊണ്ട് പോലും പറഞ്ഞിട്ടുണ്ട്. കാര്യം 2 പ്രാവശ്യം ഈ പലസ്തീൻ ഇസ്രായേൽ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് 2 തവണ ഇസ്രായേലിൻ്റെ പ്രതിരോധ മന്ത്രി ഈ ഗസക്കകത്ത് ആണവായുധം പ്രയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട പരാമർശം നടത്തിയത്. വലിയ വിവാദ കാര്യങ്ങളൊക്കെ ആയതാണ് ആ പരാമർശവുമായിട്ട് ബന്ധപ്പെട്ട വിഷയം. അപ്പോൾ തങ്ങൾ വേണ്ടി വന്നാൽ ഗസയിൽ ആണവായുധം പ്രയോഗിക്കുമെന്നാണ് ഒരിക്കൽ പറഞ്ഞതെങ്കിൽ ആണവായുധം പ്രയോഗിച്ചിട്ടെങ്കിലും ഗസയെ കീഴ്പ്പെടുത്തണമെന്ന് മറ്റൊരു പ്രാവശ്യം പറഞ്ഞു. അപ്പോൾ അത് അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചയാവുന്നു. UN സഭയിൽ ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട പ്രമേയം പറയുന്നത്, അഭിപ്രായങ്ങൾ പറയുന്നത് തുർക്കിയാണ്. തുർക്കി പറഞ്ഞിരിക്കുന്ന കാര്യം അവരുടെ കൈവശത്തിൽ ആണവായുധം ആണല്ലോ, ആണവായുധം പാടില്ല എന്ന്, ആണവായുധം പ്രയോഗിക്കുമെന്ന് പറഞ്ഞു. ഇല്ലാത്തൊരു കാര്യം പ്രയോഗിക്കാൻ വേണ്ടി പറ്റില്ലല്ലോ. അപ്പോൾ ആണവായുധമില്ലാത്ത ഇറാൻ എന്ന് പറയുന്ന രാജ്യത്ത് നിരീക്ഷണം നടത്താൻ വേണ്ടി IAEAക്ക് അനുമതി നൽകിയിരിക്കുന്ന UN സഭ ആണവായുധം ഉണ്ട് എന്ന് പരസ്യമായി പ്രഖ്യാപിച്ച ഇസ്രായേലിനെതിരെ മൗനം പാലിക്കുന്നതിൻ്റെ കാര്യം ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല, അത് വിശദീകരിച്ച് തരണം എന്ന് അന്ന് തുർക്കി പറഞ്ഞിരുന്നു. അപ്പോൾ ഈ ഒരു രീതിയിലാണ് അത് ന്യായവും അന്യായവുമല്ല. സർവാധിപത്യമുള്ള വിഭാഗം ആധിപത്യമില്ലാത്ത അല്ലെങ്കിൽ അത്ര ഈ സാമൂഹ്യപരമായും സാമ്പത്തികപരമായും മുന്നേറ്റത്തിലേക്ക് കയറി വരുന്നവരെ പ്രതിരോധിക്കുക എന്നുള്ളത് സ്വാഭാവികമാണ്. ഇപ്പോൾ അറബ് രാജ്യങ്ങൾക്ക് നൽകുന്ന ആയുധവുമായിട്ട് ബന്ധപ്പെട്ട് ഇതിനിടെ വലിയ രീതിയിൽ ചർച്ച വന്നതാണ്. കാര്യം ആയുധം നൽകുന്നത് മുഴുവൻ ആരാണ്? അമേരിക്കയാണ്. അമേരിക്കയിൽ നിന്നാണ് ആയുധങ്ങൾ വാങ്ങുന്നത്. ആ ആയുധങ്ങൾ എത്രത്തോളം ശക്തിയുണ്ട്, എത്രത്തോളം പ്രേരശേഷിയുണ്ട്, എത്രത്തോളം അതിന് ബലഹീനത ഉണ്ട് എന്നുള്ള അമേരിക്ക മാത്രമേ അറിയൂ. മാത്രമല്ല ഇത് രാജ്യത്തിൻ്റെ അകത്ത് എവിടെയാണ് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് എന്നതിൻ്റെ രഹസ്യം പോലും അമേരിക്കയുടെ കൈവശത്തിൽ ഉണ്ട് എന്നുള്ളതാണ്. ഞങ്ങളുടെ തോക്കിൻ്റെ മുന എത്താത്ത ഒരു പ്രദേശം പോലും അറബ് രാജ്യത്തും ഇറാനിലുമില്ല എന്ന് UN സഭയിൽ വെച്ച് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞത് വലിയ വിവാദമായിരുന്നു. അതിന് ഇറാൻ മാത്രമാണ് മറുപടി കൊടുത്തത്. മിഡിൽ ഈസ്റ്റിലെ ഒരു രാജ്യം അതിന് മറുപടി പറഞ്ഞിട്ടില്ല. നിങ്ങളുടെ തോക്കിൻ്റെ മുന എത്താത്ത ഒരുപാട് സ്ഥലങ്ങൾ ഇറാനിൽ ഉണ്ട് എന്നുള്ളതും ഞങ്ങളുടെ മിസൈലുകൾ എത്താത്ത ഒരു പ്രദേശം പോലും ഇസ്രായേലിൽ ഇല്ല എന്നുള്ളതും നിങ്ങൾ മനസ്സിലാക്കണമെന്ന് അന്ന് വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഗ്ചി പറഞ്ഞു. അതിന് മറുപടിയും പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണ് ഇസ്രായേലും ഇറാനും തമ്മിലുള്ള വിഷയം. അപ്പോൾ അറബ് രാജ്യത്ത് നമ്മൾ പറയുന്ന സമയത്ത് എന്തൊക്കെ ആയുധം നൽകിയിട്ടുണ്ട് എന്നുള്ളത് അമേരിക്കയിൽ നിന്നാണ് കൂടുതലും വാങ്ങിയത്. 75% അമേരിക്കയിൽ നിന്നാണ്. ഇതിനെത്ര പ്രേരശേഷി ഉണ്ട് എന്നുള്ളത് എവിടെയാണ് ഒളിപ്പിച്ച് വെച്ചത് കൃത്യമായ രീതിയിൽ ആർക്ക് അറിയാൻ വേണ്ടി പറ്റും? അമേരിക്കക്ക് അറിയാൻ പറ്റും. അപ്പോൾ നശിപ്പിക്കണമെന്ന് വിചാരിച്ചാൽ അവർക്ക് നശിപ്പിക്കാൻ പറ്റും. അതിൻ്റെ ഉദാഹരണം എന്ന് പറഞ്ഞാൽ സിറിയയിലെ ഭരണം അട്ടിമറിഞ്ഞപ്പോൾ ബഷർ അൽ അസദ് രാജ്യം വിട്ട് റഷ്യയിലേക്ക് പോയപ്പോൾ പുതിയൊരു ഭരണ സംവിധാനം അവിടെ അധികാരത്തിൽ വന്ന സമയത്ത് ഇസ്രായേൽ ചെയ്തിരിക്കുന്ന ആ പ്രവൃത്തി എന്ന് പറയുന്നത് അവരുടെ ആയുധങ്ങൾ നശിപ്പിക്കുക എന്നുള്ളതാണ്. പരമാവധി ആയുധങ്ങളെല്ലാം അവർ നശിപ്പിച്ചു. 35% ഒരു രാജ്യത്തുള്ള യുദ്ധക്കപ്പലുകൾ, യുദ്ധവിമാനങ്ങൾ, ടാങ്കുകൾ, കവചിത വാഹനങ്ങൾ, അത്രയും സാധനങ്ങൾ നശിപ്പിക്കാൻ വളരെ എളുപ്പം 4 മുതൽ 7 ദിവസം കൊണ്ട് ഇസ്രായേൽ സാധിച്ചു എന്ന് പറയുന്ന സമയത്ത് ഈ മേഖല കേന്ദ്രീകരിച്ചു കൊണ്ടാണ് ഈ ആയുധങ്ങളും സംവിധാനങ്ങളും ഉള്ളത് എന്നുള്ളത് ഇസ്രായേലിന് അറിയാമെന്നതിനാലാണ്. അപ്പോൾ അവർ നൽകുന്ന ആയുധങ്ങളെക്കുറിച്ചുള്ള കൃത്യമായിരിക്കുന്ന വിവരങ്ങളും യഥാർത്ഥത്തിൽ ഇസ്രായേലിനും അമേരിക്കക്കും അറിയാമെന്നാണ് ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം ചൈനയ്ക്ക് താവളം നൽകുന്നതോടുകൂടി രാജ്യത്തിൻ്റെ സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട കാര്യം ഒന്നുകൂടി ദൃഢമാകും എന്ന് അറബ് രാജ്യങ്ങൾ വിശ്വസിക്കുകയും അമേരിക്കയുടെ എതിർപ്പിനെ വകവെക്കാതെ ചൈനയ്ക്ക് താവളം ഒരുക്കാൻ വേണ്ടി അറബ് രാജ്യങ്ങൾ തീരുമാനിക്കുകയും ചെയ്തിരിക്കുന്നു എന്നാണ് നമ്മൾക്ക് മിഡിൽ ഈസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തെ അവലോകനം ചെയ്യുന്നതിൽ നിന്നും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്.